എല്ലാവർക്കും നമസ്കാരം. കുണ്ടലിനി യോഗ പലരും ചോദിക്കുന്നതാണ്. ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് വരുന്ന മെസ്സേജുകളിൽ ഒരു ഭൂരിപക്ഷവും കുണ്ടലിനിയെക്കുറിച്ചുള്ള സംസാരമാണ് പലരും ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു ഉത്തരവുമാണിത്. നോക്കൂ, നമുക്ക് നാഡീവ്യവസ്ഥയിൽ നമുക്ക് ഇട, പിംഗള, സുഷുമ്ന എന്ന് പറയുന്ന നാഡികൾ 3 അതിൽ നമ്മൾ പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം പിംഗള എന്ന് പറയുന്നൊരു നാഡി വളരെ ശക്തമാവും. എന്നാൽ എനർജി വൈബ്രേഷൻ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മൾ ചെയ്യുന്നുണ്ട് സം പ്രാക്ടീസ്, ഈ എക്സസൈസ് ചെയ്യുന്നത് പോലെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ എനർജി സിസ്റ്റത്തിൽ, പക്ഷെ നമ്മളതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. ഇട എന്ന് പറയുന്നൊരു നാഡി, അവിടെ നാം പ്രാക്ടീസ് ചെയ്യുന്ന ചില സാധന രീതിയുണ്ട് കുണ്ടലിനി മാർഗത്തിൽ തന്നെ. അത് ചില പൂജാ സമ്പ്രദായ രീതിയാണ്, തന്ത്ര സാധനകളാണ്. അതിന് നമുക്കതും എക്സ്പീരിയൻസ്ഡ് കിട്ടണമെന്നില്ല. അത് പക്ഷേ അതെല്ലാം ഒരു ക്ലെൻസിങ് നടക്കുന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഊർജത്തിൽ നടന്നു വരുന്നുണ്ട്. ഇടയും പിങ്കളയും സുഷുമ്നയും കൂടി, സുഷുമ്ന നാഡിയിലാണ് നമ്മുടെ പ്രാണൻ. അപ്പം മൂലാധാരയിലുള്ള പ്രാണശക്തി മുകളിലേക്ക് ഉയർന്നു വരുമ്പം നമ്മുടെ സ്പൈനിലൂടെ നമ്മൾ ഫിസിക്കലി, നമ്മൾ ബോധപൂർവം ഇരുന്നാലും നമ്മുടെ എനർജി സിസ്റ്റം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഊർജ്ജം എങ്ങനെയാണ് നമ്മളിലൂടെ കടക്കുന്നതെന്ന് ഊർജ്ജത്തിലൊരു ഉണർവ് സംഭവിക്കുന്ന അവസ്ഥയെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് മാറും. നമ്മൾ സാധാ രീതിയിൽ നമുക്ക് കുറച്ചൊക്കെ എന്താണ് ഒരു വിവേകത്തിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലായി. വിവേകം മീൻസ് നമുക്കറിയാം, നമ്മുടെ അഹംഭാവത്തിൽ നാം ചിന്തിക്കുന്നതെല്ലാം തന്നെ നമ്മളെ കൊടുക്കുന്ന ഒന്നാണ്. എന്നാൽ ഒരു അവേക്കിംഗ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണർവിലാണ്. ഉറക്കത്തിൽ നിന്നൊരു വ്യക്തി എണ്ണിക്കുന്നത് പോലെ ഒരു തിരിച്ചറിവിൻ്റെ പുറത്തും നമ്മുടെ ജീവൻ്റെ യാഥാർത്ഥ്യതയും ജീവൻ്റെ ഒരു യാത്ര എങ്ങനെയൊക്കെയാണെന്നും നാം തന്നെ റിയലൈസേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സുഷുമ്ന നാഡിയിലെ പ്രാണൻ ഉയരുമ്പോൾ. മറ്റ് 2 വശങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ സ്പിരിച്വലി കണക്റ്റഡ് ആകും. ഈ ഭക്തിമാർഗവും ഒക്കെ തന്നെയും പിങ്കളയും ഇടയുടെയും 2 വശങ്ങളാണ്. അതേപോലെ തന്നെ ചില രീതികളിലുള്ള നമ്മൾ ജ്ഞാനം കേൾക്കുമ്പോഴൊക്കെ തന്നെ സ്പിരിച്വൽ ടച്ചിങ് ആണ്. എന്നാൽ നമുക്ക് പൂർണ്ണമായിട്ടും സുഷുമ്നയിലുള്ള പ്രാണശക്തി സ്പൈനിലൂടെ, നട്ടലിലൂടെ അത് ഉണർന്ന് അജ്ഞാചക്രത്തിൽ എത്തുമ്പോഴാണ് ഇവിടെ നമുക്ക് സ്വാധീനമില്ല, അതിനൊരു ക്രിയകളുമില്ല. പക്ഷെ ഇവിടം വരെ എത്തിച്ചാൽ നമുക്ക് ചിലതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്താണ് നമ്മുടെ ജീവൻ്റെ ഉണർവെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതൊരു തവണ ആജ്ഞയുടെ 3 തലങ്ങളും കടന്നു പോയാൽ, ബിന്ദു, കപോല, അതേപോലെ ലലാദ്ര, ഇത് 3 കടന്ന് മറികടന്നാൽ ഇതിന് ഉയർന്നൊരവസ്ഥ കിട്ടും, ഒരു ഉയർന്ന സ്റ്റിൽനെസ്സിൻ്റെ അവസ്ഥ. നമുക്കറിയാം, നമ്മൾ എല്ലാം കേൾക്കുന്നുണ്ടാവാം, കാണുന്നുണ്ടാവാം, നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടാവാം, ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ കെടാത്തൊരു ആശ്വാസം, ഒരു സമാധാനത്തിൻ്റെ ആ ഒരു പീസ് സ്റ്റേറ്റ്, നമ്മൾ കുറച്ച് നേരം ഏകാന്തതപ്പെട്ട് നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദത്തിൻ്റെ വ്യവസ്ഥ. ജീവൻ്റെ മനോഹാരിത എപ്പോഴും തന്നെ സുഷുമ്നയിലുള്ള പ്രാണൻ സുഷുമ്ന നാഡിയിലൂടെ തന്നെ മുകളിലോട്ട് ഉയർന്ന് ബ്രഹ്മന്തരത്തിൽ തൊടുമ്പോഴാണ് അതിനുയർന്ന മാർഗങ്ങളെയും ഒരു ധാരണയിലേക്കുമൊക്കെ എത്താൻ പറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എപ്പോഴും തന്നെ നമുക്ക് തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. കുണ്ടലിനി ഉയർത്തുന്ന അവസ്ഥയിൽ നിങ്ങൾ നോക്കണം, ഇതിന് ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതികളുമുണ്ട്. എല്ലാവരിലും കുണ്ടലിനി ശക്തി ഉണർന്നിരിക്കുന്ന ഒന്നാണ്. നമുക്ക് പ്രാണകുണ്ടലിനിയുണ്ട്, നമുക്ക് ജ്ഞാനകുണ്ടലിനിയുണ്ട്, നമുക്ക് കുലകുണ്ടലിനിയുണ്ട്, ശിവകുണ്ടലിനിയുണ്ട്. അധർമ്മവേദം പോലുള്ള കാര്യങ്ങളും ഉപനിഷത്തും ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ശിവനായി തീർന്നിട്ട് ശിവനെ ഉപാസിക്കുക എന്നുള്ളത്. അപ്പോൾ സുഷുമ്നയിലുള്ള ശിവബോധം ഉണരുമ്പോഴാണ് ശിവബോധത്തിൻ്റെ അറിവിനെ നമ്മൾ ധാരണ കൊള്ളുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രാണനിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും പൂർവികരുടെയുമായിട്ടുള്ള ഒരു പ്രാണശക്തി, അല്ലെങ്കിൽ ജീവനിൽ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന പലതും നമ്മളിലും ബന്ധനമുണ്ട്. കുലദൈവങ്ങളുടെ ഒരു ഊർജം നമ്മുടെ ഉള്ളിലുണ്ട്. ചിലർ വളരെ വേഗം സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു പോകും. അവരുടെ കുലദൈവങ്ങളും ആ ഒരു സന്യാസി പരമ്പരയൊക്കെ അവർക്കുണ്ടെങ്കിൽ വളരെ എളുപ്പം തന്നെ സ്പിരിച്വലി ഗ്രോത്ത് സംഭവിക്കും. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ എല്ലാവരിലും ഉണ്ട്.
പല ജന്മങ്ങളുടെ സാധനയുമുണ്ട്. ഇതെല്ലാം ഇതിനെ ബാധിക്കുന്നതാണ്. ചിലവർക്ക് ഒത്തിരി പ്രാക്ടീസ് വേണം, ചിലവർക്ക് നിശ്ചിതമായുള്ള പ്രാക്ടീസ് വേണം. പക്ഷേ ഇവിടുത്തെ ഒരു മാർഗം, നമ്മുടെ മാർഗം മുഴുവനും സുഷുമ്നാ നാഡിയിലാണ്. ഞാൻ ചില ഈവൻറ്റ്സ് നടത്തുന്നതും ചില ബ്രാഹ്മി 21 ഡേയ്സ് ഓൺലൈൻ പ്രോഗ്രാംസ് നടത്തുമ്പോഴും ഒക്കെ ഞാൻ പറയാറുള്ള കാര്യമുണ്ട്, എൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നല്ല ഒരു ഇൻറ്റ്യൂറ്റീവ് സ്റ്റേറ്റിലാണ്. നിങ്ങളുടെ നാഡീ വ്യവസ്ഥയെ നിങ്ങളുമായി നോർമലി സംസാരിക്കുമ്പം ഞാൻ അതിനെ ഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് എന്നിൽ നിന്നൊരു ജീവ ഊർജ്ജത്തെ കൊണ്ട് പരിണാമപ്പെടാനിരിക്കുമ്പം ഞാൻ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഒരു ഈശ്വരീയ കടാക്ഷം എന്നുള്ളിൽ പ്രവർത്തിക്കുകയും നിങ്ങൾക്ക് ആ ഉണർവ് എത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് റിയലൈസേഷന് വാ. അല്ലെങ്കിൽ നമ്മൾ എന്ന് വെച്ചാൽ ഇതിനൊരു സഹജ ശക്തി വേണം പിടിച്ചു നിൽക്കാനായിട്ടുള്ള. നിങ്ങളുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും എനിക്ക് ഓരോ ഘട്ടത്തിൽ വെച്ചാണ് അതിനെ ഉയർത്തി തരാൻ പറ്റുന്നത്. ചില സമയത്ത് ഒരു പ്രാക്ടീസും തരാതിരിക്കും, ചില സമയത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു രീതി വ്യവസ്ഥയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഗ്രഹിക്കാൻ സാധിക്കില്ലായിരിക്കാം. പക്ഷെ നിങ്ങളൊരു സാഹചര്യത്തിൽ എപ്പോഴും ഒത്തു നിൽക്കാനും അതിനോട് ചേർന്ന് പോകാനും നിങ്ങൾക്കൊരു രീതി ഉണ്ടാവണം. ഇപ്പോൾ തിരുവണ്ണാമല യാത്രയിൽ ഒരു എനർജി എക്സ്പീരിയൻസ്ഡ് പ്രോഗ്രാമാണ്. ശിവരാത്രിയുടെ പ്രോഗ്രാം കഴിഞ്ഞതും ഒരു എനർജി എക്സ്പീരിയൻസ് പ്രോഗ്രാമാണ്. നിങ്ങൾ കണ്ടു കാണും ദീക്ഷയൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർ നിലത്തോട്ട് വീഴുന്നത്. അത് സുഷുമ്നാ നാഡിയിലേക്ക് ഒന്ന് തൊടുമ്പം തന്നെ അവർക്ക് തന്നെ ഫിസിക്കലി അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അവരുടെ ബോഡി കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത്, അവർക്കൊരു ഉണർവ്, അവർക്കൊരു ഒരവസ്ഥയിലേക്ക് അവരെത്തുന്നു. അവർക്ക് ആ സ്റ്റേറ്റിൽ എല്ലാവരും ഒരു കോൺഷ്യസിലാണ് പോകുന്നത്. പക്ഷേ ഒരു ഹയർ കോൺഷ്യസ്നെസ് ഉണ്ട്. അതിലേക്ക് നമുക്ക് എത്താൻ ഞാനൊരു പുതിയൊരു ജന്മമാണ് അവർക്ക് നൽകുന്നത്. ഒരു ജീവ ഊർജ്ജം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സം പ്രാക്ടീസ്. ചിലവരെൻ്റെ അടുത്ത് ചെയ്യും, ഗുരുജി എനിക്ക് ഈ മന്ത്രമാണ് ഇഷ്ടം, ഞാൻ ഈ മന്ത്രം ജപിച്ചോട്ടെ എന്നുള്ളത്. അപ്പം ഞാൻ ആ സമയത്ത് ഓരോ വ്യക്തികളെയും ഒരു ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കുമായിട്ടൊരു കോമൺ പ്രാക്ടീസ് ചിലപ്പം കൊടുക്കാൻ പറ്റണമെന്നില്ല. ചിലവർ നമ്മുടെ ഈവൻസിലും കാര്യങ്ങളിലൊക്കെ വരുമ്പം അവരുടെ വ്യവസ്ഥ എനിക്കറിയാം, ആ വ്യവസ്ഥയെ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. തന്ത്രസാധനയാവട്ടെ അല്ലെങ്കിൽ ശിവരാജയോഗയുടെ മാർഗമാവട്ടെ, ഗുരുവിനെ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് അത് ഗുരുവായി തീരുന്നത്. ഇപ്പോൾ ശിവനേത്രം തന്നെ എത്രയോ ആൾക്കാർ ചോദിക്കാറുണ്ട്, നമ്മുടെ ധ്യാനശക്തി യന്ത്രം ചോദിക്കാറുണ്ട്. ശിവനേത്രത്തിന് ഒരു 50 എൻക്വയറി വന്നാൽ ചിലപ്പോൾ 4-5 എണ്ണമാണ് കൊടുക്കുന്നത്. ഇതൊക്കെ ഉപകാരപ്പെടുന്നതാണ്. പക്ഷേ ഓരോരുത്തരുടെ നാഡീ വ്യവസ്ഥയെ നോക്കി അവർക്ക് അവരുമായി അത് ചേർന്ന് നിൽക്കുമെന്ന് നോക്കിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, പല രീതിയിൽ ഇത് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഉയർന്നതാണ് ബോധത്തിൻ്റെ ജ്ഞാനകുണ്ടലിനി, അതാണ് ശിവകുണ്ടലിനി എന്ന് പറയുന്നത്. ഇടയും പിങ്കളയും സുഷ്മയും കൂടി ഒരേപോലെ ഒരു ജോമെട്രി ത്രികോണം പോലെ ഇവിടെ വന്ന് സംഗമിച്ച് നിൽക്കുമ്പോൾ ഇവിടെ ഒരു ഇൻഫിനിറ്റി പോലെ നമ്മുടെ ജോമെട്രിയിൽ കൃത്രിമപ്പെട്ട് വരുന്ന സമയത്താണ് നമ്മുടെ ബോധകുണ്ടലിനി ഉണരുന്നത്. അപ്പം വ്യവസ്ഥാപരമായി അതുകൊണ്ടാണ് സാധനയിൽ വരാനും ചില എക്സ്പീരിയൻസ് ആയിട്ട് എനർജി എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറയുന്നത്. അതിലൂടെ നമുക്ക് കുറേ കാര്യങ്ങളെ മനസ്സിലാക്കാനും ഈ വ്യവസ്ഥ എങ്ങനെയാണ് കടന്നു പോകുന്നതെന്നും അറിയാൻ പറ്റും. കുണ്ടലിനി ഉയരുന്നത് ആപത്തല്ല, നമ്മൾ ജീവിക്കുന്നത് ഒരു വൈരാഗിയായി തീരാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് എന്താ പറയുക, ചില സിറ്റുവേഷൻ വരുമ്പം കണ്ടിട്ടല്ലേ, ഇപ്പം നമുക്ക് പൈസ നമ്മുടെ കയ്യിലില്ല, പൈസ നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണം. അപ്പം നമ്മൾ എടുക്കുന്ന ഒരു ടെൻഷനും ഒരു വെപ്രാളവും ഉണ്ടല്ലോ, അത് വേണം എന്നുള്ളത്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു തീവ്രതയുണ്ട് പലതിനോടും. ആ തീവ്രത പെട്ടെന്ന് കഴിഞ്ഞു പോകും. അതങ്ങനെയാണ് അതിൻ്റെ രീതി. പക്ഷേ വൈരാഗ്യം എന്ന് വെച്ചാൽ അത് കൊണ്ട് നടന്നൊരു കാര്യം എത്തിക്കുക എന്നുള്ളതാണ്. അത്രയും ഇൻറ്റൻസിവിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അത്രയും വൈരാഗ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉയർന്നത് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് കൈവരിക്കാനും സാധിക്കും. അതിൻ്റെ ഊർജ്ജ വ്യവസ്ഥകളാണ് ഇട, പിങ്കള, സുഷുമ്നാ എന്ന് പറയുന്ന നാഡികൾ. നമസ്കാരം.